ഗായ്സ്, ഐ എം റെഡ് ട്രിപ്പ് 4. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് ഞാനിങ്ങനെ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കില്ല ആരും ദയവ് ചെയ്ത് പ്ലീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ ഫ്രീ ഫയർ ആ കൂടി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മുഴുവൻ ഈ ആവശ്യമില്ലാത്ത സ്കിൽസ്, എബിലിറ്റി, അത് ഇത് തേങ്ങ മാങ്ങ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഫ്രീ ഫയർ അങ്ങോട്ട് ആകെ നശിപ്പിച്ചു. അപ്പോൾ ഫ്രീ ഫയർ കളിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഫ്രീ ഫയർ വെറുക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല, വെറുക്കാൻ തോന്നുന്നില്ല. ആ കളിച്ച് ആ വൈബ് വന്നുകൊണ്ട് എന്താ ചെയ്യുക, വേറെ വഴിയില്ലാതെ അങ്ങോട്ട് കളിക്കണം. പിന്നെ ഇവനെന്താടെ എപ്പോൾ നോക്കിയാലും കസ്റ്റം മാച്ച് തന്നെ ഇടുന്നതെന്ന് നിങ്ങളാരും പറയല്ലേ. ഞാൻ ഈ BR CS റാങ്ക് പുഷിങ് പരിപാടിയൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് എൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ റാങ്ക് പുഷിങ്ങും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ചെയ്യാറില്ല. എപ്പോൾ നോക്കിയാലും ഞാൻ ഇത് മാത്രമേ ഉള്ളൂ, കസ്റ്റം മാച്ചേ കളിക്കാറുള്ളൂ. റാങ്കൊക്കെ പുഷ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് സെറ്റ് ഫുൾ അതിലായി പോകും. എനിക്ക് ഒന്നാമത് ഗെയിം കളിക്കാനേ ടൈമില്ല. ഫുള്ള് വർക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കളിക്കാൻ ടൈമുള്ളൂ. അപ്പോൾ അതൊക്കെ കസ്റ്റമർ കളിച്ചിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്, നീ ഇങ്ങനെ കളിക്കുന്ന എന്തെങ്കിലും ചുമ്മാ വീഡിയോ ഇടാ, ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചാണ്. അതിനിപ്പോൾ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമുക്ക് മാച്ചിലേക്ക് പോകാം. ഇപ്പോൾ ഒരുപാട് സംസാരിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമുക്ക് മാച്ചിലേക്ക് പോവാം. ഒരു റൂം മാച്ചിലേക്ക് വന്നിരിക്കുകയാണ്. DO vs DO. M18 MP40 ഡെസേർട്ട് ഈഗിൾ, നല്ല കോമ്പിനേഷൻ. വാങ്ങടാ, എനിക്ക് അടിയില്ല, തെറിച്ച് ഓടും. അയ്യോ, ഇവന്മാർ മറ്റേ ഹെഡ് ഷോട്ട് ഓൺലി അല്ല ഗൈസ്, സ്പാമേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇവന്മാർ ഹെഡ് ഷോട്ട് ഓൺലി എനേബിൾ ചെയ്യാതെ തോന്നുന്നത്. നമ്മുടെ ടീമേറ്റിന് അവൻ്റെ ലാഭമായി ചെറുപ്പം കയറി അവന് സ്പാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പാമിനോടല്ല താല്പര്യം, നമുക്ക് വൺ ടാപ്പ് ട്രൈ ചെയ്യാം, സ്കിൽസൊക്കെ ഉണ്ടാക്കണ്ടേ. ഇനി ഞാൻ കഴിവതും ടൈം കിട്ടുമ്പോഴൊക്കെ CS റാങ്കിലും BR റാങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പോവാണ്. കസ്റ്റം മാച്ച് മാത്രം കളിച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കളിക്കുന്ന എനിക്കത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് നമുക്കിനി കസ്റ്റം മാച്ച് കുറച്ച് മാറ്റിയിട്ട് BR റാങ്ക് പുഷിങ്, CS റാങ്ക് പുഷിങ് ചെയ്യാം, കുറച്ചുകൂടി പോട്ടെ. എന്നിട്ട് എനിക്കൊരു കില്ലും കിട്ടിയില്ല. ആരെങ്കിലും ഉണ്ടോ? എക്സ്ക്യൂസ് മീ. എന്തൊരു വെച്ചോളണം അവിടെ കിടക്കും. അയ്യോ, ഓഫ്ലൈൻ ആണ് തോന്നുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ പേടിക്കണം, കാരണം നമ്മളെക്കാട്ടിൽ നല്ലപോലെ അവർ വന്ന് റിവൈവ് ചെയ്യും. നമ്മുടെ കൂട്ടല്ല ഈ ഓഫ്ലൈൻ പ്ലെയേഴ്സ്, റിവൈവ് ചെയ്യാൻ അവർ എത്ര ദൂരത്തു നിന്നാണെങ്കിലും ഓടി വരും. അവരെ പേടിക്കണം. എന്താടാ കുഞ്ഞേ ജാതി ഓട്ടം മാത്രമേ ഉള്ളൂ, ഒടുക്കത്തെ സ്പാമറാണ്. ഹെഡ് ഷോട്ട് വല്ലതും ട്രൈ ചെയ്യടേ, ഒരുപാട് മാച്ച് ജയിക്കണം, ജയിച്ചില്ലെങ്കിലാണ് സീൻ. പക്ഷേ ഹെഡ് ഷോട്ട് ഓൺലി ആണെങ്കിൽ നമുക്ക് ജയിക്കാം പേടിക്കാണ്ട്, കാരണം ഹെഡ് ഷോട്ട് മാത്രമല്ലേ ട്രൈ ചെയ്യുള്ളൂ. ഇതാണെങ്കിൽ ബോഡിയിൽ തൊട്ടാലും പ്രശ്നമാണ്. എന്നെക്കാട്ടി മുമ്പിലേ പോകുന്നുണ്ട് സാറേ, അടിക്കണേ നമ്മുടെ മാനം. അവിടെ നിന്നൊക്കെ അടിക്കണ്ടേ. ഈ എൻ്റെ മോനെ പാടിപ്പോയി. അവൻ മറ്റേ എന്താണ് സാധനം, ഇപ്പത്രോ ഡെസേർട്ടിക്കോ ഇതുണ്ടോ, ഇതിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ. സ്പാമ്, കുറേൻ്റെ എബിലിറ്റി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്കില്ലൊക്കെ വേസ്റ്റാണ്. ഇതൊക്കെ ഒരുമാതിരി കഴിവും കൂടി കളയാണ്. ഒരുത്തന്മാർക്കും പഠിക്കണമെന്നില്ല കഴിവ്. ഇത് പിന്നെ എന്താ സാൻഡിനോ, പിന്നെ മറ്റേ സ്പൈഡറിൻ്റെ എബിലിറ്റി, എന്തായാലും ചെക്കൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കുറച്ചൊരു ഉറങ്ങട്ടെ, അവനിപ്പോഴെങ്കിലും ഒന്നും മനസ്സിലായിട്ടുള്ള സ്പാം ചെയ്യുന്നതിനെക്കാട്ടും വാല്യൂ വൺ ടാപ്പിനുണ്ടാവും. പ്യുവർ റെഡൊന്നുമല്ല കേട്ടോ, അത് നമ്മൾ അത്രയ്ക്ക് വലിയ പ്ലെയറൊന്നും അല്ല, പ്ലെയറേ അല്ല, ട്രൈ ചെയ്യുന്നു, വളരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു
ടിങ് ടാ ടിങ്. क्या भाई चलेगा फ्री फायर. ആ ചെമ്മ ഉടനെ വാങ്ങിച്ചിട്ടുണ്ടാവും. ആ ഇപ്പം ലാഭമായില്ല. ഓ എടാ നിർത്തടാ, ഇവന് പറ്റിയ തോക്ക്. ഈ സാമാനം ഇച്ചിരി ഉള്ളെങ്കിലും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഡാമേജാണ്. എനിക്ക് എല്ലാം വീട്. അയ്യോ അവൻ അടിച്ചടിച്ച് എന്നെ കുറച്ചും കൂടി വെളിയിൽ നിന്നായിരുന്നു ഇങ്ങനെ തീർക്കാൻ. ആ ഇതിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാം ആയല്ലോ. ചേച്ചി ഡേഞ്ചറസ് ഗേൾ. ഓഫ്ലൈൻ പ്ലേയേഴ്സാണ് ഡേഞ്ചറസ്. ഇവനെന്താ ഫ്ലാഗ് ഫ്രീസ് തന്നെ കൊല്ലുമോ? ഇവിടുന്ന് വെളിയിൽ പോകണം അല്ലെങ്കിൽ എൻ്റെ അന്ത്യാവും. അയ്യോ ഇതാരോ എൻ്റെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് അവൻ എനിക്ക് തന്നെ ടാപ്പ് അടിച്ചോ? എന്താടാ ഓട 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 കഥ. ചെറുക്കൻ എൻ്റെ ഒരു എബിലിറ്റി ഇറങ്ങിനെപ്പോൾ അർത്ഥം ഇതെന്ത് ഇവിടെ നടക്കുന്നു? അപ്പം എൻ്റെ ടീംമേറ്റ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഓ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ സാറ്? അയ്യോടാ മോനെ, നീ ഈ മൂവ്മെൻറ്റ് വന്ന് എന്നെ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നീ ചാവും ഞാൻ ചാവും. പൊക്കോ ഒറ്റമുണ്ട്. ആ ഇവൻ ഇതും കൂടി ഉണ്ടായിരുന്നു. ഇവനിപ്പോൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ചീറ്റിങ് ചെയ്തു, എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാപ്റ്റൻ ഫ്ലാഷ് ഫ്രീസ് യൂസ് ചെയ്തിട്ടുണ്ട്, സ്പാമും ചെയ്യുന്നുണ്ട്. ഇവൻ ക്രിയേറ്റ് ചെയ്ത റൂമാണത്. ആ ഓപ്പോസിറ്റിൽ കളിക്കുന്നവൻ ക്രിയേറ്റ് ചെയ്ത റൂമാണ്. അവൻ്റെ റൂമിലാണ് ഞാൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ എല്ലാ പോഴത്തലും ഞാൻ കാണേണ്ടി വരും. അയ്യോ അയ്യോ പിടില്ലടാ, ഞാൻ എന്നെ കൊല്ലിഞ്ഞ എങ്ങനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും. നിസ്സാരം വരുന്നടാ. എവിടാ? അയ്യോ ഇവനെ ദൂരത്തിൽ നിന്ന് അടിച്ച് കൊല്ലുകയാണല്ലോ എന്നെ AR യൂസ് ചെയ്തിട്ട്. അയ്യോ അയ്യോ നാട്ടുകാരെ, എടാ ചാത്ത അതൊന്ന് മാറ്റടാ. ഓ മാഗ് ഇവൻ എന്താടാ അത്? അയ്യോ കളി എങ്ങനെയെങ്കിലും ജയിക്കണം. ആ ഓക്കെ വേണ്ടല്ലോ, 3 റൗണ്ടും കൂടി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിരിക്കും. നല്ല ഐ മീൻ 2 റൗണ്ടും കൂടി. ആ ഞാൻ ഓപ്പണിൽ വരില്ലേ പിള്ളേ? നല്ല കാര്യമുണ്ടോ? ചെക്കനുമൊക്കെ അടി കൂടുന്നുണ്ട് ഓടി. ലൈക്കൊന്നും വേണ്ട. ആ അത്രയ്ക്ക് തരുമോ? വാടാ മോനെ. ഓ കഴിഞ്ഞു. അവൻ ക്രിയേറ്റ് ചെയ്ത റൂം അവനെ തന്നെ മെനയായി. ഓക്കെ ഗൈസ്, നമുക്ക് വീണ്ടും കാണാം.